രാജ്യസഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയത് കേരളത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനയാണെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രിയുമായ വി ശിവൻകുട്ടി. ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിച്ചു കാണിച്ച് കേരളത്തെ അപമാനിക്കുവാനാണ് ധനമന്ത്രി ശ്രമിച്ചതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാണ് നിർമ്മല സീതാരാമന്റെ പരാമർശം. Kerala's minister gives an interview in the papers saying Nokku Kuli is not there anymore in Kerala. Can I say what that Nokku Kuli was, sir? Nokku Kuli is a place where Nokku Kuli happens when workers are all sitting together looking if there can be some work. You and me or anybody going to Kerala get off the bus. On the top. Yes, please, I will talk. Please, because you came up with a lot of things. Let her reply. Please take your seat. Please. Sir. Please take your seat. You get off the bus, sir. Honorable members will find this interesting. Nowhere else you will find it. From the bus, you have to remove your luggage. People are sitting on the ground. You will say, hey, please help me. Kitna dena hai? You will say some coolie and then you will have to bring the luggage down. Assume he has to be paid 50 rupees. You will actually have to pay 50 plus another 50. You will ask why? The other 50 is Nokku Kuli. What is Nokku in the Malayalam, sir? Nokku means look. Meaning, I will be sitting and watching here. I may be a CPM card holder. I'll be sitting and watching and the person, actual Kuli brings the luggage down, he gets 50 rupees. But for me, being a card holder member, watching that act itself, I need to get 50 rupees. That is Nokku Kuli for you, sir. So, it is that kind of communism that has killed industry in Kerala, that kind of communism which has killed industry in Bengal, that kind of industry. Santosh Kumar, listen to me. No permission from the chair. Sir, with your permission, sir. Yes, with your permission, sir. I Yes. want to say, if he is trying to tell me that no such a practice exists, 2 days ago, Honorable Chief Minister, I think, gave an interview. Kerala Chief Minister, I think, gave an interview in which he says there is no Nokku Kuli nowadays, which means it was there before. Yes. Am I bluffing? Come on, Santosh ji. It's all right, you're doing all right. കേരളത്തിൽ നോക്കുകൂലി നിരോധിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായപ്പോൾ കർശനമായ നടപടി തൊഴിൽ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. നോക്കുകൂലി അടക്കമുള്ള അനഭിലഷണീയമായ പ്രവണതകൾക്കെതിരെ സർക്കാർ ഉത്തരവിലൂടെ തന്നെ നിലപാടെടുത്ത സംസ്ഥാനമാണ് കേരളം. സർക്കാർ ഉത്തരവ് പ്രകാരം അമിത കൂലി ആവശ്യപ്പെടുന്നതും ചെയ്യാത്ത ജോലിക്ക് കൂലി ആവശ്യപ്പെടുന്നതും വിലക്കിയിട്ടുണ്ടെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ മികച്ച തൊഴിൽ അന്തരീക്ഷമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. തൊഴിൽ മേഖലയിൽ രാജ്യത്തിനെ വഴികാട്ടിയാണ് കേരളം. ലോകമെങ്ങും തൊഴിലാളി സംരക്ഷണ നിയമങ്ങളും നയങ്ങളും മാറ്റിവെക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് കേരളം മികച്ച തൊഴിലാളി തൊഴിലുടമ ബന്ധം ഉറപ്പാക്കുകയും തൊഴിലിട സൗഹൃദ സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. കേരളം രാജ്യത്ത് ആദ്യമായി തൊഴിൽ നയം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ സംസ്ഥാനമാണ്. സംതൃപ്തവും ഉത്സാഹഭരിതവുമായ തൊഴിൽ മേഖല സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിനും സാമൂഹിക സുരക്ഷയ്ക്കും പൂർണ്ണമായും പിന്തുണ നൽകുന്നു. വികസന സൗഹൃദ തൊഴിൽ സംസ്കാരം ഉറപ്പാക്കുന്നതിലൂടെയും തൊഴിലാളി തൊഴിലുടമ ബന്ധം മെച്ചപ്പെടുത്തുന്നതിലൂടെയും കേരളം സുസ്ഥിര വികസനത്തിന് മാതൃകയായി മാറിയിരിക്കുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. റിസർവ് ബാങ്കിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. വിവിധ മേഖലകളിലെ ദിവസവേതനം ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയിലധികമാണ്. സംസ്ഥാനത്ത് 85 തൊഴിൽ മേഖലകളിൽ മിനിമം വേതനം നിശ്ചയിച്ചിട്ടുണ്ട്. അസംഘടിത തൊഴിലാളികളടക്കമുള്ള 70 ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡുകളിലൂടെയും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളിലൂടെയും 9,080 കോടിയിലധികം രൂപ വിതരണം ചെയ്തു. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കാൻ തൊഴിലുടമകളായി സൗഹൃദപരമായ ഇടപെടലുകൾ നടന്നുവരുന്നു. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ബെനഫിറ്റ്, സുരക്ഷിതമായ രാത്രി ജോലി, ടെക്സ്റ്റൈൽ മേഖലയിലടക്കമുള്ള ആധുനിക തൊഴിൽ സൗകര്യങ്ങൾ എന്നിവ നടപ്പിലാക്കിയെന്നും മന്ത്രി അവകാശപ്പെട്ടു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിൽ തേടിയെത്തുന്ന തൊഴിലാളികളെ അതിഥി തൊഴിലാളികളായി കണ്ട് ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് കേരളം സ്വീകരിക്കുന്നത്.
അതിഥി തൊഴിലാളികൾക്ക് ചികിത്സാ സഹായം, താമസ സൗകര്യം എന്നിവ ഉറപ്പാക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവകാശങ്ങളെപ്പോലെ കടമകളെക്കുറിച്ചും ബോധവാന്മാരാണ് കേരളത്തിലെ തൊഴിലാളികൾ. തൊഴിലാളി സംഘടനകൾ ആകെ നോക്കുകൂലി അടക്കമുള്ള പിന്തിരിപ്പൻ രീതികളെ തള്ളിക്കളയുന്നു. എന്നിട്ടും കേരളത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ കേന്ദ്ര ധനമന്ത്രി സംസാരിച്ചത് നിഷ്കളങ്കമാണെന്ന് കരുതാനാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര ധനമന്ത്രിയുടെ ഇപ്പോഴത്തെ നോട്ടവും വാക്കും എല്ലാം കമ്മ്യൂണിസ്റ്റ് വിരോധം നിറഞ്ഞതും കേരള വിരുദ്ധവുമാണ്. ആ ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നത്. കേരളത്തിലെ തൊഴിലന്തരീക്ഷം നേരിട്ട് മനസ്സിലാക്കാൻ ധനമന്ത്രിയെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നു. കേരളത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന് വ്യവസായ പ്രമുഖരടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സർക്കാരിന്റെ ഭാഗമാണ് നിർമ്മലാ സീതാരാമൻ എന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം പിണറായിയും നിർമ്മലയും തമ്മിൽ അതിർത്തി തർക്കമൊന്നുമില്ലല്ലോ എന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. അല്ല, അത് ഇവര് തമ്മിൽ വലിയ സൗഹൃദവും സ്നേഹവും ബന്ധമല്ലേ? അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ബന്ധമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരിക്കും. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. അല്ല, മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ മറുപടി കേട്ടോ. രമേശ് ചെന്നിത്തല അവർ തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച എന്താണ്? PRDയിലെ ന്യൂസ് റിലീസ് എന്താ? അത് ഇൻഫോർമൽ ആയിരുന്നു എന്ന്. എന്താണ് അനൌദ്യോഗികമായി നിർമ്മലാ സീതാരാമനും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും തമ്മിൽ സംസാരിക്കാനുള്ളത്? എന്താ അനൌദ്യോഗികമായി? നമ്മൾ അറിയണ്ടേ? എന്നിട്ട് കേരളം ഇതുപോലുള്ള ഒരു ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതൊന്നും സംസാരിച്ചിട്ടില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവർ തമ്മിൽ എന്താണ് സംസാരിച്ചത്? ഗവർണറുടെ സാന്നിധ്യത്തിൽ ഇവർ തമ്മിൽ എന്താണ് സംസാരിച്ചത്? എന്തായിരുന്നു അനൌദ്യോഗിക സന്ദർശനത്തിന്റെ ഉദ്ദേശം? എന്തായിരുന്നു? ഞാൻ ചോദിക്കട്ടെ, പാർലമെന്റിലെ ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രിയുടെ കൂടെ ഇരുന്ന് ഒരു കാപ്പി കുടിച്ചു എന്നതിന്റെ പേരിൽ NK പ്രേമചന്ദ്രനെതിരായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആക്ഷേപം ഉന്നയിച്ച ആളാണ് ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആള്. ക്യാൻറ്റീനിൽ ഇപ്പൊ ഇവിടുത്തെ ക്യാൻറ്റീനിൽ വന്ന ഞങ്ങൾ മന്ത്രിമാരും ഞങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയിട്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ അപ്പുറം ഇപ്പുറം ഇരുന്ന് കാപ്പി കുടിക്കാറുണ്ട് ഇല്ലേ? ഈ ക്യാൻറ്റീനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങളായിട്ടും വന്ന് നമ്മൾ ഇരിക്കാറുണ്ട്. അതുപോലെ പാർലമെന്റിലെ ക്യാൻറ്റീനിൽ നരേന്ദ്രമോദി ഇരുന്ന സമയത്ത് ആ ടേബിളിൽ ഇരുന്ന് കാപ്പി കുടിച്ചു എന്ന് പറഞ്ഞ് വലിയ സംഭവമാക്കി NK പ്രേമചന്ദ്രനെ അധിക്ഷേപിക്കാൻ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ശ്രമിച്ചാണ്. ആ മുഖ്യമന്ത്രിക്ക് ഗുജറാത്തിൽ വ്യവസായത്തെക്കുറിച്ച്, തൊഴിൽ മേഖലയെക്കുറിച്ച് അന്വേഷിക്കാൻ ഷിബു ബേബി ജോൺ പോയതിന് അന്നത്തെ നമ്മുടെ മന്ത്രിസഭയിൽ, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അതിനെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ച ആളുകൾ. എന്താണ് അനൌദ്യോഗിക ചർച്ച നിർമ്മലാ സീതാരാമനുമായിട്ട്? എന്താ അനൌദ്യോഗിക ചർച്ച കേരള ഹൗസിൽ? അത് ചോദിച്ചാൽ പറയണ്ടേ? എന്താ അനൌദ്യോഗികമായിട്ട് അവർ തമ്മിൽ എന്താ സംസാരിക്കാനുള്ളത്? അതിർത്തി തർക്കമൊന്നുമില്ലല്ലോ അവർ തമ്മിൽ സംസാരിച്ച് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറെ വിഷയമൊന്നുമില്ലല്ലോ. ഭരണപരമായ കാര്യങ്ങളല്ല സംസാരിച്ചു. ഭരണപരമായ കാര്യങ്ങളാണെങ്കിൽ ഒഫീഷ്യൽ മീറ്റിംഗ് ആണ്, ഞങ്ങൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. എന്നോട് ആദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അതിനെന്താ, കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവർ തമ്മിൽ സംസാരിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നാണ് ഞാൻ ആദ്യം പ്രതികരിച്ചത്. പിന്നീടാണ് ഈ PRDയുടെ റിലീസ് വന്നത്. അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയമായത് അനൌദ്യോഗികം. എന്ത് അനൌദ്യോഗികം?